സദൃശവാക്യങ്ങൾ 11-ാം അധ്യായത്തിൻ്റെ 30-ാം വാക്യം വായിക്കുമ്പോൾ, നീതിമാന് ജീവവൃക്ഷം പ്രതിഫലം, ജ്ഞാനിയായവൻ ഹൃദയങ്ങളെ നേടുന്നു. ജ്ഞാനിയായവൻ ഹൃദയങ്ങളെ നേടുന്നു. സ്തോത്രം. അതിൻ്റെ ഇംഗ്ലീഷാണ് നല്ലത്. ആൻഡ് ഹീ ദാറ്റ് വിൻസ് സോൾസ് ഈസ് വൈസ്. ആത്മാക്കളെ നേടുന്നവൻ, ആത്മാക്കളെ നേടുന്നവൻ, അവനെ സ്വർഗം വിളിക്കുന്നത് ബുദ്ധിമാനെന്ന്. നേടിയില്ലെങ്കിലോ മണ്ടനെന്ന് വിളിക്കും. അത് എഴുതിയിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ. നമ്മൾ മണ്ടന്മാരാണോ ബുദ്ധിമാന്മാരാണോ? ജ്ഞാനിയായവൻ എന്തു ചെയ്യും? ആത്മാക്കളെ നേടും. ഞാൻ ചോദിക്കട്ടെ, എത്ര പേരെ നേടിയിട്ടുണ്ട്? ആത്മാക്കളെ നേടുക എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ക്രിസ്തുവാകുന്ന തലയോട് ചേരണം, അവൻ്റെ ശരീരമാകുന്ന സഭയോട് ചേരണം. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ മുഖാന്തരം ഈ സഭയിൽ വന്ന് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ക്രിസ്തുവിനോടും സഭയോടും ചേർന്ന എത്ര പേരുണ്ട്? ചുമ്മാ സുവിശേഷം പറഞ്ഞു, രക്ഷയുടെ വചനം ചൊല്ലിക്കൊടുത്തു, പറഞ്ഞു വിട്ട് അങ്ങനെയല്ല. ക്രിസ്തുവിനോടും സഭയോടും ചേർന്നു. അതിലേക്ക് കൊണ്ടുവരണം. ഒരു ദിവസം നമ്മൾ കർത്താവിൻ്റെ സന്നദ്ധിയിൽ നിൽക്കുമ്പോൾ, അന്ന് നിൻ്റെ കരങ്ങൾ ബലപ്പെട്ടിരിക്കുമോ എന്നൊരു ചോദ്യമുണ്ട്. സ്തോത്രം. ഇതൊരു ക്രമീകരണത്തിൻ്റെ കൂടെ ദൂതാണ്. ഒരുപക്ഷെ ഇന്ന് വിടുതലിൻ്റെ അല്ലായിരിക്കാം, പക്ഷേ ജീവിതത്തിലൊരു ക്രമീകരണം ഏറ്റെടുത്താൽ നിശ്ചയമായിട്ടും വിടുതലാണ്. സ്തോത്രം. അന്ന് നിൻ്റെ കരങ്ങൾ ബലപ്പെട്ടിരിക്കുമോ? നമ്മുടെ 2 കരത്തിനും കൂടെ എത്ര വിരലുകളുണ്ട്? 10 വിരലുണ്ട്. കരങ്ങൾ ബലപ്പെടണമെങ്കിൽ 10 വിരലുകളും ബലപ്പെട്ടിരിക്കണം. എന്ന് പറഞ്ഞാൽ 10 പേരെയെങ്കിലും എന്ത് ചെയ്യണം? 10 ആത്മാക്കളെയെങ്കിലും രക്ഷിച്ചിരിക്കണം. എങ്കിൽ മാത്രമേ ഈ 2 കരവും ബലപ്പെട്ടിരിക്കത്തുള്ളൂ. ഒന്ന് പ്രാർത്ഥിക്കാം നമുക്ക്. എൻ്റെ പൊന്നു കർത്താവേ, ആ കൃപ എനിക്ക് തരണേ. 2024 തീരുന്നതിന് മുമ്പ് ഒരു 10 പേരെ രക്ഷയുടെ അനുഭവത്തിലേക്ക് നയിക്കാനുള്ളൊരു കൃപ എനിക്ക് തരണം. സ്തോത്രം.